പിന്നെ അതിന് ശേഷം സ്റ്റെപ്പായിട്ട് ഞാൻ പറയാം എന്തൊക്കെയാണ് വേണ്ടതെന്ന്. അപ്പം ഞാൻ ഈ കോമ്പസ് വൃത്തം വരയ്ക്കാൻ വേണ്ടിയിട്ട് കോമ്പസ് വേണം. അതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ എന്തെടുക്കണം, വലിയൊരു കാർഡ്ബോർഡ് ഷീറ്റ് എടുക്കണം. അത് ഒരെണ്ണമല്ല, രണ്ടെണ്ണം, രണ്ട് സൈഡും രണ്ടെണ്ണം വേണം. 1 2 3 4 സൈഡുള്ള കാർഡ്ബോർഡ് ഷീറ്റ് അത് രണ്ടെണ്ണം വേണം. ഇതെടുക്കുക. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു കാര്യം ചെയ്യാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരു പെൻസിലും കോമ്പസും സ്കെയിലും എടുക്കുക. പിന്നെ ഈ പെൻസിലൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട് വളരെ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, റബ്ബറിൻ്റെ സഹായം വേണം, റബ്ബർ വേണം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ കോമ്പസ് നിങ്ങളുടെ കയ്യിൽ കോമ്പസ് ഇല്ലെങ്കിൽ പേടിക്കണ്ട. അത് നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവരോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ റേറ്റിൽ നിങ്ങളുടെ കയ്യിൽ ആ സംഭവം നിങ്ങളുടെ കയ്യിൽ തരും. ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇൻസ്ട്രുമെൻ്റ് ബോക്സ്. അപ്പോൾ അതുണ്ടോ ചോദിക്കുക, കാരണം അതിൻ്റെ ഉള്ളിലാണ് ഈ വക സെറ്റിങ്സ്. അപ്പോൾ അത് ഓപ്പണാക്കി അത് നിങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുക. എന്നിട്ട് വീട്ടിലേക്ക് വരിക. എന്നിട്ട് അതൊന്ന് ഓപ്പണാക്കി കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. റബ്ബർ കട്ടർ, പിന്നെ പെൻസില്, പിന്നെ കോമ്പസ് ഡിവൈഡർ, പിന്നെ പ്രൊട്ടാക്ടർ, പിന്നെ 2 സംഭവമുണ്ട്, ത്രികോണം. അതിനെന്ന് പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെ മൊത്തത്തിൽ സെറ്റാക്കിയിട്ടാണ് കിട്ടുക. അത് ഇൻസ്ട്രുമെൻ്റ് ബോക്സിലാണ് മെയിനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സെറ്റിങ്സ്. അപ്പോൾ അത് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടി വരും, ഷോപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കാർഡ്ബോർഡ് ഷീറ്റ് വേണം, 4 സൈഡുള്ള കാർഡ്ബോർഡ് ഷീറ്റ്, അത് 2 എണ്ണം. അപ്പോൾ 2ൽ ഒരു കാർഡ്ബോർഡ് ഷീറ്റിൻ്റെ സെൻട്രലായിട്ട് 2 കാർഡ്ബോർഡ് ഷീറ്റിലും ചെയ്യണം. അങ്ങനെ ഓരോന്നായിട്ട് സ്റ്റെപ്പായിട്ട് പറഞ്ഞാൽ. അപ്പോൾ 2ൽ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് എടുക്കുക. അപ്പോൾ അതിൽ സെൻട്രലായിട്ട് നിങ്ങൾ ഒരു